2013 ഡിസംബർ മാസം ക്രിസ്മസ് റിലീസുകളായി നിരവധി മലയാള സിനിമകളെത്തി. ആ കൂട്ടത്തിൽ മോഹൻലാൽ നായകനായ ഒരു കൊച്ചു ചിത്രം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളെ അപേക്ഷിച്ച് ഒരു ഹൈപ്പും ആ സിനിമയ്ക്ക് ലഭിച്ചിരുന്നില്ല. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ആ ചിത്രത്തിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞപ്പോഴേക്കും അത് കണ്ട പലരും ഒരു സാധാരണ കുടുംബചിത്രം എന്നാണ് പ്രതികരിച്ചത്. എന്നാൽ രണ്ടാം പകുതിയിൽ അവർ കണ്ടത് മലയാള സിനിമയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റുകളിലേക്കൊരു യാത്രയാണ്. ജോർജ് കുട്ടിയും കുടുംബവും പാറയപ്പള്ളിയിലേക്ക് നടത്തിയ യാത്ര. ഒരു ഹൈപ്പുമില്ലാതെ എത്തിയ ആ ചിത്രം മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായി മാറി. മോഹൻലാൽ ആരാധകരും സാധാരണ പ്രേക്ഷകരും ഒരുപോലെ പറഞ്ഞു, ദൃശ്യം ഡാ. പത്ത് വർഷങ്ങൾക്കിപ്പുറം മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ട് വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് റിലീസായി എത്തിയ നേരിന് എല്ലായിടത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ദൃശ്യത്തിൽ തുടങ്ങിയ ലാൽ ജീത്തു ടീമിൻ്റെ 4ാം വിജയമാണിത്. എന്നാൽ ദൃശ്യമായിരുന്നില്ല ഈ കൂട്ടുകെട്ടിൻ്റെ ആദ്യ സിനിമയാകേണ്ടത്. 2010 റിലീസ് ചെയ്ത തൻ്റെ രണ്ടാമത്തെ സിനിമയായ മമ്മി ആൻഡ് മീയിൽ ഒരു സുപ്രധാന റോളിലേക്ക് ജീത്തു മോഹൻലാലിനെ സമീപിച്ചിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ ആ റോൾ മോഹൻലാലിന് ചെയ്യാൻ കഴിഞ്ഞില്ല. മലയാളത്തിൻ്റെ ഈ ഹിറ്റ് കൂട്ടുകെട്ട് ഒരു സാധാരണ ഹിറ്റിലല്ല, ഒരേ ഒരു ദൃശ്യത്തിൽ തുടങ്ങണം എന്നായിരുന്നു നിയോഗം. 2013 ഡിസംബർ 19 റിലീസ് ചെയ്ത ദൃശ്യം 150 ദിവസത്തിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും 75 കോടിയോളം രൂപ നേടുകയും ചെയ്തു. മലയാള സിനിമയുടെ ആ ആഘോഷം പിന്നീട് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലെ റീമേക്കുകളിലൂടെ ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്തു. അവിടം കൊണ്ട് തീർന്നില്ല. ചൈനീസ്, കൊറിയൻ, ഇന്തോനേഷ്യൻ പതിപ്പുകളിലൂടെ അത് ഇൻ്റർനാഷണൽ ലെവലിലുമെത്തി. റെക്കോർഡുകളുടെ ആ ദൃശ്യത്തിന് ശേഷം റാം എന്ന ആക്ഷൻ ചിത്രത്തിനായാണ് മോഹൻലാലും ജീത്തു ജോസഫും ഒന്നിച്ചത്. എന്നാൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കോവിഡ് മൂലം ലോകം ഒരു ലോക്ക്ഡൗണിലേക്ക് പോയി. വമ്പൻ പ്രതീക്ഷകളുമായി കാത്തിരുന്ന ആരാധകർക്ക് അത് വലിയ നിരാശയാണ് സമ്മാനിച്ചത്. 2020 മെയ് 20 മലയാളികളെല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു സമ്മാനമെത്തി. ദൃശ്യത്തിൻ്റെ 2ാം ഭാഗം ഒരുങ്ങുന്നു എന്ന അനൗൺസ്മെൻറ്റ്. പിന്നീട് അങ്ങോട്ട് ആരാധകർക്ക് അത് ആഘോഷത്തിന് സമയമായിരുന്നു. ലൊക്കേഷൻ സ്റ്റില്ലുകളും പോസ്റ്ററുകളും എല്ലാം അവർ ആഘോഷിച്ചു. എന്നാൽ ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സിനേക്കാൾ വലിയ ട്വിസ്റ്റായിരുന്നു ദൃശ്യം 2 OTT റിലീസ് ചെയ്യുന്നു എന്ന വാർത്ത. സിനിമ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്തതോടെ ആ ആഘാതം ഇരട്ടിയായി. കാരണം അത്രത്തോളം ഗംഭീരമായിരുന്നു ആ സിനിമയും അതിൻ്റെ ട്വിസ്റ്റുകളും. ദൃശ്യത്തിൽ സാധാരണക്കാരനായിരുന്ന ജോർജ് കുട്ടിയെ ദൃശ്യം 2 എത്തുമ്പോൾ ജീത്തു ഒരു ക്ലാസിക് ക്രിമിനലാക്കി മാറ്റിയിരുന്നു. പിന്നാലെ ഈ കൂട്ടുകെട്ടിൻ്റെതായി വന്ന 12th മാനും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി. സമീപകാലത്ത് മോഹൻലാൽ എന്ന നടനെയും താരത്തെയും ആഘോഷിക്കാൻ കാത്തിരുന്നവർക്ക് നിരാശയായിരുന്നു ഫലം. നേര് റിലീസായതോടെ അവർക്ക് നെഞ്ചും വിരിച്ചു നിന്ന് പറയാം, ലാലേട്ടൻ ഈസ് ബാക്ക്. അതിഭാവുകത്വങ്ങൾ ഒന്നുമില്ലാത്ത മോഹൻലാലിൻ്റെ അസാധാരണക്കാരനായുള്ള അസാധാരണ പ്രകടനം കാണാൻ കഴിയുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഈ ക്രിസ്മസ് സീസൺ മോഹൻലാലിങ് എടുത്തു എന്നുപോലും പലരും പറയുന്നുണ്ട്. റാമാണ് ലാൽ ജീത്തു കൂട്ടുകെട്ടിൻ്റെ അടുത്ത റിലീസ്. അതുകൊണ്ടും കഴിയുന്നില്ല, ജോർജ് കുട്ടി ഒരു 3ാം വരവ് നടത്താനുള്ള സാധ്യതയുമുണ്ട്. ദൃശ്യം 3യുടെ സാധ്യതകളെക്കുറിച്ച് ജീത്തു ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ ആ ഹിറ്റ് കൂട്ടുകെട്ട് വീണ്ടും ദൃശ്യം 3യിലൂടെ വന്നാൽ അത് കേരള ബോക്സ് ഓഫീസിൽ ഒരു ചരിത്രമാകും.